തിരയായിട്ട് തന്നെ കണ്ടാൽ മതി. അത് ഞങ്ങൾക്ക് ഒരു ഒരു എക്സ്പെരിമെൻ്റ് ആണെന്നുള്ളൊരു ഒരു ഒരു ധാരണയോട് കൂടിയിട്ട് തന്നെയാണ് ഈ സിനിമ ചെയ്തത്. ഇപ്പോൾ തട്ടത്തിൻ മറയത്ത് എന്ന് പറയുന്ന ഒരു സിനിമ വൈഡ് ഓഡിയൻസ് ൻ്റെ ഇടയിൽ ആക്സെപ്റ്റൻസ് ഉണ്ടായിട്ടുള്ളൊരു സിനിമയായിരുന്നു. അതേപോലത്തെ ഒരു സിനിമ വീണ്ടും ചെയ്യാൻ എനിക്കും താല്പര്യമില്ലായിരുന്നു. കാരണം പുതിയതായിട്ടൊന്നും ചെയ്യാനുണ്ടാവില്ല. ഞാൻ ലൈറ്റായിട്ടുള്ള 2 പടങ്ങൾ ചെയ്തതാണ്. അപ്പോൾ അതിൽ മാറിയിട്ട് നമുക്കും പുതിയ കാര്യങ്ങൾ പഠിക്കണമല്ലോ. പുതിയ രീതിയിലുള്ള സിനിമകൾ ചെയ്യുമ്പോൾ പുതിയ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ ഓഫ് മേക്കിംഗ്, പാറ്റേൺ ഓഫ് എഡിറ്റ്, ഇതിൻ്റെ മ്യൂസിക്, സ്കോറ്, സിനിമാറ്റോഗ്രാഫി കംപ്ലീറ്റ്ലി വേറെ രീതിയിൽ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഈവൻ സ്ക്രിപ്റ്റിംഗ് പാറ്റേണിൽ പോലും ഒരു 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 ഞങ്ങൾ എപ്പോഴും ഇത് അതുപോലെ വന്നിട്ടുണ്ടോയെന്നൊന്നും അറിയില്ല. എപ്പോഴും ഇതിൻ്റെ ഒരു ബാറായിട്ട് വെച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചില ഇൻ്റർനാഷണൽ സിനിമകളായിരുന്നു. ആ ഒരു ക്വാളിറ്റിയിൽ വരണം എന്നാണ് തിരേനെ പറ്റി ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു ലെവലിലേക്ക് ഉള്ള അപ്രിസിയേഷനും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യം രാജേഷേട്ടാ, നമ്മളൊരു കഥ ആലോചിക്കുന്ന സമയത്ത് ഇതേപോലത്തെ സിനിമകൾ വന്നിട്ടുണ്ടോ, ഇതേപോലത്തെ സിനിമകളാണോ സമീപകാലത്ത് വന്നുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. സമീപകാലത്ത് വന്നുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള സിനിമകൾ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ സിനിമയ്ക്കൊരു ഒരു മാറ്റം ഉണ്ടാവില്ല. ഇപ്പോൾ ഈവൻ തട്ടത്തിൻ മറയത്ത് ചെയ്യുമ്പോൾ പോലും സക്സസ്ഫുള്ളായിട്ടുള്ള എല്ലാവരും ആക്സെപ്റ്റ് ചെയ്ത ഒരു ലവ് സ്റ്റോറി വന്നിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. ഇപ്പം നിറയൊക്കെ വന്നതിന് ശേഷം വൈഡ്ലി പോപ്പുലർ ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറി വന്നിട്ടില്ല. അതുകൊണ്ട് തട്ടത്തിൻ മറയത്തിന് ഒരു ഭയങ്കര സാധ്യതയുണ്ടായിരുന്നു. ഇനി ഞാൻ തട്ടത്തിൻ മറയത്ത് റിപ്പീറ്റ് ചെയ്യുന്നതിൽ കാര്യമില്ല. അതേപോലെയാണ് എനിക്ക് തിരയിലും ഫീൽ ചെയ്തത്. ഇപ്പോൾ ഇതിൽ പറയുന്നൊരു വിഷയമുണ്ടല്ലോ, ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത് മുമ്പ് ചില സിനിമകളിൽ വന്നിട്ടുണ്ട്. പക്ഷേ അതിനൊരു എന്താ പറയുക, നമ്മൾ നോക്കിയപ്പോൾ ഭയങ്കര ഒരു സ്വീകാര്യത കിട്ടിയിട്ടില്ല. കാരണം ഭയങ്കര ഡാർക്കായിട്ടാണ് ഈ സബ്ജക്റ്റ് പറയുമ്പോൾ ആളുകൾ പോകുന്നത്. ഇതിലൊരുപാട് ബ്രൂട്ടലായിട്ടുള്ള സീനുകളുണ്ടാവും, സ്ത്രീകളെ ടോർച്ചർ ചെയ്യുന്നതുണ്ടാവും, പിന്നെ നമുക്ക് തന്നെ ഒരു മടുപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള കാഴ്ചകളുണ്ടല്ലോ, ബ്രോത്തൽസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. ഇതൊക്കെ ഒഴിവാക്കിയിട്ടാണ്. എന്നാൽ ഇതൊക്കെ ഇതിൻ്റെ ഒരു ധ്വനിപ്പിക്കലും കൂടെ ഉണ്ട് തിരയിൽ. പക്ഷേ നമ്മളെവിടെയും ബ്രൂട്ടലായിട്ടുള്ള ടോർച്ചർ കാണിച്ചിട്ടില്ല, അനാവശ്യമായ ബ്ലഡ് കാണിച്ചിട്ടില്ല, ഫാമിലിക്ക് അരോചകമായിട്ടുള്ള ഒന്നും കാണിച്ചിട്ടില്ല. പക്ഷേ ഇതൊക്കെ ഇതിൻ്റെ പിന്നാമ്പുറത്ത് നടക്കുന്നുണ്ടെന്നുള്ള സൂചനകളും ഉണ്ട്. അപ്പോൾ ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ആരഭിനയിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ കമേഴ്ഷ്യൽ വാല്യൂ എന്താണെന്ന് ചിന്തിക്കുന്നതിനേക്കാളും കൂടുതൽ അത്തരം സിനിമകൾ സമീപകാലത്ത് ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അല്ല, എല്ലാ സിനിമയും നമ്മൾ ചെയ്യുന്നത് പ്രേക്ഷകൻ കാണണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. ഇത് ജനങ്ങൾ സ്വീകരിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ചെയ്തത്. പക്ഷേ നമ്മളെപ്പോഴും സിനിമ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്ന ചില രീതികൾ ആളുകൾ പറയും. പക്ഷേ സിനിമയുടെ കേസിൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ആ രീതികൾ എപ്പോഴും ബ്രേക്ക് ചെയ്യപ്പെടും. ഇത് ഒരു സിനിമ ഒരു രീതിയിൽ വിജയിച്ചുകൊണ്ട് അതുപോലത്തെ വേറൊരു സിനിമ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. കാരണം അത് ആ സിനിമയ്ക്കുള്ളതാണ്. അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഇതിലുള്ളൂ. പിന്നെ സക്സസ് ആണോ ഫെയിലിയർ ആണോ വരാൻ പോകുന്നതെന്ന് നമുക്കൊരിക്കലും അറിയാൻ പറ്റില്ല. വെള്ളിയാഴ്ച അറിയാൻ പറ്റും, ഇത് ഇറങ്ങുന്ന വെള്ളിയാഴ്ച അറിയാൻ പറ്റും. ഇപ്രാവശ്യം ഞങ്ങൾക്ക് വ്യാഴാഴ്ച അറിയാൻ പറ്റി. ഈ പടം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ശോഭന ചേച്ചിക്കല്ലാതെ ഇങ്ങനൊരു ക്യാരക്ടർ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. ആ ഒരു എക്സ്പീരിയൻസ്. പിന്നെ ഈ രോഹിണി പ്രണാബ് എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ്, ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റാണ്, ഒരു ടവറിങ് പ്രസൻസ് വേണ്ട ഒരു സ്ത്രീയാണ്. ഏതൊരു പുരുഷൻ്റെ മുമ്പിൽ പോയി നിന്ന് കഴിഞ്ഞാലും ആ പുരുഷൻ പകച്ചു പോകുന്ന രീതിയിലുള്ള ഒരു പേഴ്സണാലിറ്റി ഉള്ളൊരു സ്ത്രീയാണ്. പല ഭാഷകൾ സംസാരിക്കുന്ന സ്ത്രീയാണ്. വളരെ ഫാസ്റ്റായിട്ട് നടക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ത്രീയാണ്. ഇതെല്ലാം കൂടെ ശോഭന ചേച്ചി അല്ലാതെ വേറെ ആർക്ക് ചെയ്യാൻ പറ്റും? ആ ചോദ്യം ഈ ഡിസിഷൻ ഞാൻ എടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങൾ ഒരാളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ പറയും, ഇത് ശോഭനയ്ക്കേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും. അതുകൊണ്ടാണ് നമ്മൾ ശോഭന ചേച്ചിയുടെ അടുത്ത് പോയത്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ആക്ട്രസ്സാണ്, ഭയങ്കര കേപ്പബിൾ ആയിട്ടുള്ള ആക്ട്രസ്സാണ്. അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് അവരെ ഭയങ്കര ആരാധനയും ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് എന്തുകൊണ്ടാണ് അവരിത്ര വേഴ്സറ്റൈൽ ആയിരിക്കുന്നത്, എന്തുകൊണ്ടാണ് അവർ
2 തവണ നാഷണൽ അവാർഡ് വാങ്ങുന്ന രീതിയിലുള്ള പെർഫോമൻസ് ഉള്ള ഒരു ആക്ട്രസ്സായിട്ട് മാറിയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. വേറൊരാളുമായിട്ടും കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. ആ ലെവലിലാണ് ശോഭന ചേച്ചി. ഞാൻ ശോഭന ചേച്ചിയുടെ ഇതുവരെ ഒരാർട്ടിസ്റ്റിൻ്റെ മുമ്പിൽ പോകുമ്പോൾ പോലും ഞാൻ നറേഷൻ പ്രാക്ടീസ് ചെയ്തിട്ട് പോയിട്ടില്ല. കാരണം അങ്ങനെയുള്ള വലിയ താരങ്ങൾ വെച്ച് ഞാൻ സിനിമകൾ ചെയ്തിട്ടില്ല. ഒന്നാമത് ഇപ്പം നിവിൻ്റെ അടുത്തും അജുവിൻ്റെ അടുത്തും അവരുടെ അടുത്തൊക്കെ പറയുമ്പോൾ ഫ്രണ്ട്ലി ആയിട്ടാണല്ലോ നമ്മൾ പറയുന്നത്. ശോഭന ചേച്ചിയുടെ അടുത്ത് നറേറ്റ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ഞാൻ 2 തവണ ഫുൾ സിനിമ ഞാൻ കണ്ണാടി നോക്കി നറേറ്റ് ചെയ്തിട്ടുണ്ട്. തലേ ദിവസം ഫുൾ സിനിമ ഞാൻ ഇങ്ങനെ നറേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അവിടെ എത്തുമ്പോഴേക്കും അല്ല ഇതിങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അഭിനയിച്ച് നറേറ്റ് ചെയ്ത് അന്ന് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ ഓർമ്മയിൽ നിന്ന് എടുത്തിട്ട് വേണം പറയാൻ. ഇത് മുഴുവൻ ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ പ്രാക്ടീസ് ചെയ്തിട്ടാണ് പോകുന്നത്. അത്രയ്ക്ക് പേടിയുണ്ടായിരുന്നു. കാരണം അവർ ബൈ ചോയ്സ് അഭിനയിക്കാത്ത ഒരു ആക്ട്രസ്സാണ്. സ്ഥിരമായി പ്രൊഫഷണലുള്ള ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ അവർക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സിനിമകളെക്കാളും ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവരത് സമ്മതിക്കാൻ ചാൻസ് ഉണ്ട്. ഡേറ്റ് ഇഷ്യൂസ് പോലെയുള്ള കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. ശോഭന ചേച്ചി ബൈ ചോയ്സ് അഭിനയിക്കാത്ത ആളാണ്. അവരുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഡാൻസാണ്. അവരുടെ പ്രയോറിറ്റി ആക്ടിങ് ആണെങ്കിൽ കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. വേറൊരു മേഖലയിൽ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ഇതിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമാണ്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് ഞാൻ അവരുടെ മുമ്പിൽ ചെന്നിട്ട് നെർവസ് ആവും എന്നുള്ളതാണ്. കാരണം നമ്മൾ കഥ പറയാൻ ചെന്ന് ബബ്ബ അടിച്ചു കഴിഞ്ഞാൽ എല്ലാം പോവും. അതുകൊണ്ട് 2 തവണ ഫുൾ റിഹേഴ്സ് ചെയ്ത് അടുത്ത ദിവസം രാവിലെ ഞാൻ വണ്ടി ഓടിച്ച് ചെല്ലുമ്പോൾ ചേച്ചിയുടെ മെസ്സേജ് വന്നു, വിനീത് 10 മണി എന്നല്ല ഞാൻ പറഞ്ഞത്, എനിക്കൊരു 15 മിനിറ്റ് വേണം, നമുക്കൊരു 10:15 10:20 ആകുമ്പോൾ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ ചെന്ന് ആൽവാർപേട്ടിൽ ഇവരുടെ വീടുണ്ട്. അപ്പോൾ വീടിൻ്റെ മുന്നിലേക്ക് പാർക്ക് ചെയ്യാൻ എനിക്ക് ഒരു പേടി. അപ്പം ഞാൻ അപ്പുറത്ത് പോയ്സ് ഗാർഡനിലേക്ക് രജനീകാന്തിൻ്റെയൊക്കെ വീട്ടിലേക്ക് പോകുന്നൊരു റോഡുണ്ട്. ആ റോഡിലേക്ക് കയറ്റിയിട്ട് വണ്ടി നിർത്തിയിട്ട് ഒരു 15 മിനിറ്റ് ഞാൻ വെറുതെ ശ്വാസം എടുത്തുകൊണ്ടിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ശ്വാസമായിരുന്നു അത്. അതിനുശേഷമാണ് ഞാൻ കഥ പറയാൻ പോകുന്നത്. കഥ പറയാൻ പോയിട്ട് ഒരു 10 മിനിറ്റ് നേരം എനിക്കൊരു ഭയങ്കര ഇതുണ്ടായിരുന്നു, ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു. ഒരു 86 84 അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇവർ ഭയങ്കരമായിട്ട് ഇൻവോൾവായി. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ എൻ്റെ കാലൊക്കെ ഇങ്ങനെയാണ്. നമ്മൾ മറന്നുപോയി, ശോഭന ചേച്ചി എന്നുള്ള കാര്യമൊക്കെ മറന്നുപോയി. ആ രീതിയിൽ അവരും ഇൻവോൾവ് ചെയ്തു. ആ ഡിസ്കഷൻ തീരുമ്പോഴേക്കും അവരും കമ്മിറ്റി ചെയ്യുന്നു എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തിയിരുന്നു. ഇതിൽ നമുക്ക് ഇപ്പോൾ ബംഗാളിൽ നിന്നൊക്കെ പറഞ്ഞ പോലെ നല്ല ആക്ട്രസസ് ഉണ്ട്, നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ അവർക്ക് ശോഭന ചേച്ചിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് ഭാഷകളൊക്കെ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുമായിരിക്കും. മലയാളം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇതിൽ മലയാളത്തിൻ്റെ ഒരു ഡയലക്റ്റും കൂടെ വേണമെങ്കിൽ അത് പുറത്തു നിന്നൊരു ആർട്ടിസ്റ്റിനെ വിളിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. കണ്ടിന്യൂസ് ആയിട്ട് ടോക്കി പോർഷൻസ് ഉള്ള ഒരു ക്യാരക്ടറുമാണ്. അപ്പോൾ ഇപ്പോൾ തട്ടത്തിൻ മറയത്തിൽ ഈശേനെ കൊണ്ടുവരുന്ന സമയത്ത് നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ അധികം സംസാരിക്കുന്നില്ല. അപ്പോൾ സംസാരിക്കുന്ന സീനുകൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതിൽ ശോഭന ചേച്ചി വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർബൽ കോൺവെർസേഷൻസ് കൂടെ ഭയങ്കര കൺവിൻസിങ് ആവുകയാണ്. അതൊരു കാര്യം. പിന്നെ ശോഭന ചേച്ചി വന്നു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ഷോട്ട് തൊട്ട് ആളുകൾക്ക് പിന്നൊന്നും ഇവരാണ് എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ. ആ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് വേറൊരു പുറത്തു നിന്നുള്ള ഒരു ആർട്ടിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ആക്സെപ്റ്റൻസിലേക്ക് പ്രേക്ഷകരെ കൊണ്ട് ലാൻഡ് ചെയ്യിപ്പിക്കാൻ നമുക്ക് വീണ്ടും കുറേ ടൈം എടുക്കും. അപ്പോൾ എന്തുകൊണ്ടും ഇവരെക്കാളും നല്ല ഓപ്ഷൻ ഇല്ല.